ഹസ്രത്ത് ഉബൈദുള്ള നഗറിൽ തീർത്ത ജനസാഗരം ആദർശ വൈരികളോടുള്ള താക്കീതിന്റെ വിളംബരമായിരുന്നു. കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അജയ്യമായ ഇടപെടൽ കൊണ്ട് 10 വർഷത്തോളമായി പൂട്ടിക്കിടന്ന സുന്നി മദ്രസ തുറക്കാനായത് സമ്മേളനത്തിന്റെ നാഴികക്കല്ലായി മാറി. ഉള്ളുപൊള്ളയായ പ്രകടനങ്ങൾക്കപ്പുറം മനസ്സറിഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായി സുപ്രീം കോടതി വരെ എത്തിയ കേസിന്റെ വിധി മണിക്കൂറുകൾക്കകം തീർപ്പാക്കാനായത് ചരിത്രത്തിന്റെ രജതരേഖകളിൽ ഇതിഹാസത്തിന്റെ പുതിയൊരധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് സമ്മേളനം സമാപിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അഗത്യദ്വീപിൽ തൻവീറുൽ ഇസ്ലാം മദ്രസ 10 കൊല്ലമായി പൂട്ടിക്കിടക്കുകയായിരുന്നു. അല്ലേ? 10 കൊല്ലല്ലേ? 4 മദ്രസ. ആ 4 മദ്രസയും നാളെ രാവിലെ 8 മണിക്ക് ഇൻഷാ അല്ലാഹ് തുറക്കുകയാണ്. അത് ഇന്ന് 2 വിഭാഗം ആളുകളോടും സംസാരിച്ചു. തീരുമാനമായി. ഇപ്പോൾ ഒപ്പിട്ട് ഒരു ഭാഗത്ത് കാളിയാനും മറുഭാഗത്ത് അതിന്റെ കേസ് നടത്തുന്ന ഷാഫി KK ഷാഫി എന്ന് പറയുന്ന ആളും മറ്റുള്ള ബന്ധപ്പെട്ടവരും ഒപ്പിട്ട് തീരുമാനമായിരിക്കുന്നു. അതിനുള്ള നിബന്ധനകളൊക്കെ നമ്മൾ എഴുതി കൈമാറിയിരിക്കുന്നു. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ്, നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഉണ്ടാവില്ല എങ്കിലും അത് രാവിലെ 8 മണിക്ക് തുറന്ന് ഫാത്തിഹ ഓതി നമുക്ക് അടച്ചിട്ട് നാടിന് സമർപ്പിക്കുന്നു. ശനിയാഴ്ച മുതൽക്ക് നടത്താം. 2 ഒരു വലിയ മദ്രസയും ഒരു ചെറിയ മദ്രസയും സുന്നി വിദ്യാഭ്യാസ ബോർഡിനും, ഒരു ചെറിയ മദ്രസയും ഒരു വലിയ മദ്രസയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനുമായി ഓഹരി ചെയ്തുകൊണ്ട്, അത് ഏത് വലിയതെന്ന് നിങ്ങൾക്ക് നാളെ കാണാം. എനിക്കും അറിയില്ല പറയാൻ. അതുകൊണ്ട് പിന്നെ വേറെ ചില സംഖ്യൻ്റെയും പരമൻ്റെയും ഒക്കെ ഉണ്ട്. അതെല്ലാം തീരുമാനമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം സന്തോഷിക്കണം. ചിലപ്പോൾ ഇബ്ലീസ് ഇങ്ങനെ അതങ്ങനെ ആയില്ല, അത് നമുക്ക് മോശമായിപ്പോയി, നമുക്ക് കുറഞ്ഞുപോയി, ഏറിപ്പോയി എന്നൊക്കെ തോന്നിപ്പിക്കുകയും ചെയ്യും ചിലപ്പോൾ. അതൊക്കെ നിങ്ങൾ ഭയപ്പെടരുത്, ഇബ്ലീസിന് ഭയപ്പെടരുത്. ഈ നാട് എത്ര കൊല്ലം, 10 കൊല്ലമായില്ലേ സഹോദരന്മാരെ ഇങ്ങനെ പൂട്ടിക്കിടക്കുന്നു. എന്തിനാണ് പൂട്ടിയത്? യാതൊരു കാരണവുമില്ല. സിലബസ്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ഞങ്ങൾ ഉണ്ടാക്കി. ആ സിലബസ് അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായ നിലക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷയിൽ ബുക്കുണ്ട്. അറബി, മലയാളം, അറബി, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, കന്നഡ, ആഫ്രിക്കൻ ഭാഷ, ഇങ്ങനെ 7 ഭാഷയിൽ ബുക്കുണ്ട്. ആ ബുക്കുകളെല്ലാം വിതരണം ചെയ്യുന്ന വലിയ ഒരു ഷോറൂം ഡൽഹിയിലുണ്ട്, ഓഫീസ്, ഹെഡ് ഓഫീസ്. അങ്ങനെ അത് ആ നിലക്ക് കിടക്കുന്നു. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അത് മറ്റൊരു ഭാഗത്ത് ചേളാരിയിൽ അതിൻ്റെ ഓഫീസാണ്, അത് നടക്കുന്നു. ഞങ്ങൾക്ക് ആ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസിലുള്ള ചിലത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണം. ശൈലി മാത്രം, അടിസ്ഥാനം മാറ്റാതെ ശൈലി മാറ്റണം എന്ന തീരുമാനമുണ്ടായി. അത് അനുവദിക്കാത്തവർ അത് മാറ്റിയില്ല. സുന്നത്തി ജമാഅത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതിനെ കരാർ എഴുതി ഒപ്പിട്ടതാണ് ഈ കടലാസ്. ഈ പറഞ്ഞതാണ് അതിൻ്റെ പ്രധാനമായ ഘടകം. മറ്റ് വേറെ കണക്കിൻ്റെതും കേസിൻ്റെതും എല്ലാ സംഗതിയും ഇതിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ കേസുകളും പിൻവലിച്ച് സുഖമായി സന്തോഷമായി മുന്നോട്ട് പോകാൻ 2 കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى حضرات أهل الخير أجمعين. الفاتحة.